ഹലോ ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങ അച്ചാർ ചെയ്യാൻ പോകും. പച്ച നാരങ്ങ, പഴുത്ത നാരങ്ങ രണ്ടും ചേർന്ന് പിന്നെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് അച്ചാർ കഴിക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നാരങ്ങ. ഇഡ്ഡലി പാത്രത്തിൽ ചെറിയ തട്ടിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് വേവിക്കും. അത് വെള്ളം ചൂടാക്കും. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് എല്ലാം ഇറങ്ങും. നല്ല ഫ്രഷായ നാരങ്ങ. ഒരു നാരങ്ങയ്ക്ക് 1 രൂപ. അപ്പോൾ 20 മേടിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്ട്രാ കിട്ടി. 20 രൂപ കൊടുത്തു. ഇത്ര നാരങ്ങ 21 നാരങ്ങയാണ്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ അത് നല്ല തെളിക്കുന്ന സമയമായി. അപ്പോൾ അടിച്ചു വയ്ക്കാം. അടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൽ സ്റ്റീമിൽ ഇത് നാരങ്ങ ഒന്ന് വെന്ത് കിട്ടും. വേകുമ്പോൾ ഈ നാരങ്ങൻ്റെ കയ്പെല്ലാം മാറും. സോ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞെങ്കിൽ, ഈ ലൈം അച്ചാർ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ബട്ട് ഇത് ഒരു വെറൈറ്റി ഓഫ് അച്ചാർ ഇടാൻ പോവാം. സോ നല്ല ഒരു ടേസ്റ്റ് കാര്യങ്ങൾ ഇതിനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. കാത്തിരുന്നുള്ളൂ. ഇപ്പോഴേ അത് നാരങ്ങ മണം വരുന്നുണ്ട്. നാരങ്ങ മണം, നാരങ്ങ വേവിൻ്റെ മണം ഉണ്ട്. തുറന്ന് കാണിക്കാൻ നിങ്ങൾക്ക് എന്താ നല്ല ആവി സ്റ്റീമിൽ നല്ലപോലെ ആ കയ്പും ചെവെല്ലാം മാറും. ഉണ്ടല്ലേ? അപ്പോൾ പാത്രത്തിൽ എടുക്കാം. കൂടുതൽ നേരം വെക്കണ്ട, ലൈറ്റ് ആണ്. നാരങ്ങൻ്റെ ചാരെല്ലാം ഊരി അതാണ് കയ്പ്പ് ഇറങ്ങുന്നത്. മാത്രമല്ല ഇത് നിങ്ങൾ പുഴുങ്ങിയെടുത്തത്. ഇത് കലയുന്ന വെള്ളമാണ്. ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ നാരങ്ങ വന്നിട്ട് നല്ല പോലെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ആറിയിട്ട് നമ്മൾക്ക് മുറിക്കാൻ പറ്റും. ആറണം. ആറിട്ടെ ഗൈസ്. അപ്പോൾ 4 കാത്തിരുന്നാലും
അപ്പോൾ ഈ വെള്ളം എന്താ വെച്ചാൽ കലണം. അത് വേണ്ടാത്ത വെള്ളം. അപ്പോൾ ഗൈസ് ആറിപ്പോയി, നാരങ്ങ നല്ലപോലെ ആറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അച്ചാർ ഇടുന്ന പരിപാടി പോകാം. നാരങ്ങ 4 കഷ്ണം 5 കഷ്ണമായിട്ട് മുറിക്കുക. 4 കഷ്ണമായിട്ട് മുറിക്കുക. നാല് പീസ് ചെറിയ നാരങ്ങയാണ് നല്ലത്. കൈ മുറിക്കാതെ നോക്കുക. എന്നും വഴി കത്തി വന്നു. എല്ലാവർക്കും നാരങ്ങ അച്ചാർ ഇടാൻ അറിയാം. ബട്ട് ഇത് ഇച്ചിരി വ്യത്യാസമായ നമ്മൾ അച്ചാർ ഇടുന്നതാണ്. കയ്പൊന്നും കാണത്തില്ല. നാല് കഷ്ണമായിട്ട് മുറിക്കുക. നല്ല ചാരെല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിക്കുക. അത് മമ്മി മുറിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലപോലെ നീരുണ്ട്. നല്ല അച്ചാർ കിട്ടും ഗൈസ്. നാരങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് കമൻ്റ് ഇടും. അപ്പോൾ വീഡിയോ കാണാം ഗൈസ്. നാല് കഷ്ണമായിട്ട് മുറിച്ച് മമ്മി ഇടുകയാണ്. എന്താ പെട്ടെന്ന് മമ്മി മുറിച്ചു. മമ്മി സാധാപ്പെട്ട ആളില്ല. മമ്മി പാചകത്തിന്റെ ഷെഫാണ്. ഉണ്ടല്ലേ? മിനിറ്റിന്റെ മുമ്പേ കട്ട് എല്ലാം. പിന്നെ എന്നാണ് കാര്യം, മമ്മി പെട്ടെന്ന് പാചകം റെഡിയാക്കും. ഫാസ്റ്റ് കുക്കിംഗ് വുമൻ ആണ്. മഴക്കോള് പോലുണ്ട് പുറത്ത്. റെയിൻ അപ്ഡേറ്റ് ഉണ്ട്, മഴ വരുന്നു. അപ്പോൾ നവംബർ ഡിസംബർ മഴയുണ്ട് ഗൈസ്. നവംബർ ഡിസംബർ നല്ലപോലെ മഴ വരുന്ന ചാൻസ് ഉണ്ട്. ഒരു ചുരുളി കയറി വരുന്നുണ്ട്. പിന്നെ മഴ കാണാൻ നിങ്ങൾക്ക് കണ്ടില്ലേ? നാരങ്ങ എല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഒരു നാരങ്ങ മമ്മി മുറിക്കാൻ പോകണം. കഴിഞ്ഞു, അതും മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, നീറ്റായിട്ട് മുറിച്ചു. അപ്പോൾ മുറിച്ച കാര്യങ്ങൾ അങ്ങനെ കഴിക്കാൻ തോന്നുന്നു. നല്ല ശുദ്ധമായ എണ്ണ.
ശുദ്ധമായ എണ്ണ. ഗൈസ്, എണ്ണ തെളിക്കുന്നുണ്ട്. അച്ചാറിടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്? മഞ്ഞൾ, കശ്മീരി മുളക് പൊടി, കടുക്, ഉലുവ, കായം. ഇപ്പോൾ നല്ല ചൂട് എണ്ണയിൽ ഉലുവ ഇടുക. ഇവിടെ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് അച്ചാറിനിടാൻ. അപ്പോൾ ഇതാണ് ഐറ്റംസ്. എണ്ണ ചൂടാണ് ഇതുള്ളൂ. അടുത്തത് കടുക് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുക് ഉണ്ടോ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ പൊട്ടുന്ന സമയമാണ്. കണ്ടില്ലേ? ഉലുവ, കടുക്, ചെറിയ കടുക്, ചെറുതൊന്നും വലുതാ. നമ്മൾ മേടിക്കുന്ന വഴിയ കടുകാണ്. വഴിയ കടുക് ഇട്ടിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല. വഴിയ കടുക് നല്ല ടേസ്റ്റ്. അടുത്തത് വെളുത്തുള്ളി. നല്ലപോലെ എണ്ണ ഒഴിച്ച് ഇത് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം കടുക്, ഉലുവ ഇടുക. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർക്കാൻ പോവാണ്. വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി നല്ല നോക്കണം. എണ്ണയാ സൂക്ഷിക്കണം. എത്ര എണ്ണ തെറിക്കണമെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അത് ഡേഞ്ചറാണ്. എണ്ണ അച്ചാർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ നല്ല പുഴുങ്ങിയ നാരങ്ങ. അത് പുഴുങ്ങുന്ന റീസൺ എന്താ പറഞ്ഞെങ്കിൽ നിങ്ങൾക്കത് ടൈപ്പ് മാറാൻ വേണ്ടി. നമ്മൾ കായ യൂസ് ചെയ്യുന്നത് LGൻ്റെ ആണ്. കശ്മീരി പൊടി, പിന്നെ മഞ്ഞൾ, അപ്പോൾ ഇപ്പോൾ ഇത് എടുക്കുമല്ലോ, അതിൻ്റെ മുകളിലിടും. അതിപ്പോൾ അതിലിടുക. അപ്പോൾ ഗൈസ്, വെട്ടിന്നത് മഞ്ഞൾ, മങ്കരമ മഞ്ഞൾ. അടുത്തത് കശ്മീരി പൊടി, മുളക് പൊടി, മുളക് ചാന്തേ അല്ല, ചാന്തയല്ലേ ഇത്, പൊടിയാണ്. മുളക് പൊടി, പൊടി, കായം പൊടി. കണ്ടില്ലേ? കായം ഇച്ചിരി നല്ലപോലെ ഇടുക. ഗ്യാസും ട്രബിളും എല്ലാം മാറും. അച്ചാർ പറഞ്ഞാൽ നല്ലതാണ്. അച്ചാറിന് കായം ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. പിന്നെ നല്ല പോലെ ഈ മസാല ഒന്ന് ഇലക്കിയിട്ട് നമ്മൾ ഈ പുഴുങ്ങിയ നാരങ്ങ ഒന്നിട്ടാൽ മതി. കണ്ടില്ലേ? അതിൻ്റെ നീരും വെള്ളം. റൈസ് കളർ കണ്ടോ? കണ്ടില്ലേ? ആ മണം ഭയങ്കരമാണ് റൈസ്. ഈ അച്ചാർ ചെയ്യുമ്പോൾ കഴിക്കാൻ തോന്നും. കണ്ടില്ലേ? അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല ഉപ്പിട്ട് ഇരിക്കുകയാണ്. അച്ചാറിന് സൂക്ഷിക്കുക, അച്ചാറിൽ വെള്ളം ചേർക്കരുത്. ഒരു തുള്ളി വെള്ളം പോരുത്, അല്ലെങ്കിൽ കെട്ടുപോകും, പങ്കൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വിനേഗറൊന്നും ഒഴിക്കുന്നില്ല. വിനേഗർ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്ര മാസം വയ്ക്കാം. ബട്ട് ഈ അച്ചാറിൽ വിനേഗർ ഇടാത്തതുകൊണ്ട് ഒരു 2 ആഴ്ചക്ക് കഴിക്കാം. 1 മാസമെല്ലാം വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കും. ചിലർ അത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഈ വിനേഗർ ഇടാത്ത അച്ചാർ, വിനേഗർ ഇട്ടിയുന്ന അച്ചാർ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കും. അത് എത്ര മാസം വയ്ക്കാൻ പറ്റും. ബട്ട് ഈ അച്ചാർ സേഫാണ്.
മമ്മി ടേസ്റ്റ് നോക്കി ഉപ്പുണ്ടോ എരിവുണ്ടോ അപ്പം ഞാൻ നോക്കട്ടെ ഗൈസ്. അയ്യോ ചൂടാ. വെളുത്തുള്ളി ഉപ്പ് ഇച്ചിരി വേണം. ആ വീണ്ടും ഇച്ചിരി ഉപ്പിട്ടു. ഉപ്പ് കുറവുണ്ടായിരുന്നു, നല്ല ചേർത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അച്ചാറാണ്, കൂടുതൽ ചിലവൊന്നും ഇല്ലാത്ത വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യുന്ന അച്ചാർ കാര്യങ്ങളേ ഉള്ളൂ. ശുദ്ധമായ അച്ചാറാണ്, ഒന്നും കൂടുതൽ ചിലവൊന്നുമില്ല. എണ്ണ ഒഴിക്കുക, എണ്ണ തിളച്ച ശേഷം ഉലുവ നല്ലതായിട്ട് തിളച്ച ശേഷം കടുക് ഇട്ട ശേഷം അത് നിങ്ങൾക്ക് കടുക് വന്നിട്ട് വലുതോ ചെറുതോ ഇടാം, അത് കുഴപ്പമില്ല. അതിന് ശേഷം വെളുത്തുള്ളി ചെറിയ കഷ്ണത്തിലും ഇടാം, വലിയ കഷ്ണത്തിലും ഇടാം. അത് എണ്ണയിലിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം മസാലപ്പൊടി, മഞ്ഞൾ, ഒരു കാശ്മീരി മുളക് പൊടി, പിന്നെ കായം ഇട്ട ശേഷം ഇച്ചിരി ഉപ്പിട്ട് എല്ലാം പിന്നെ നമ്മൾ പുഴുങ്ങിയ നാരങ്ങ അതിലിട്ട് കഴിഞ്ഞ് നല്ല മസാല ഇളക്കി. അപ്പം അമ്മ ഒന്നുകൂടെ കായ ഇടാൻ പോവാണ്. കണ്ടില്ലേ, കായം പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ കായം ചേർക്കുമെങ്കിൽ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ടേസ്റ്റ് കിട്ടും, ഗ്യാസ്ട്രിക് എല്ലാം മാറും. കായം വേണം, കായമില്ലാത്ത കാര്യങ്ങളില്ല. മമ്മി അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ബിക്കോസ് ഇത് നല്ല ഒരു അച്ചാറാണ്, ഈസിയാണ്, എളുപ്പമായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് അച്ചാർ ഇട്ട് കഴിക്കാം. ചോറ്, ദോശയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ സിമ്പിളായ അച്ചാറാണ് ഗൈസ്. തീ അണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ നിങ്ങൾക്ക് നല്ല നാക്ക് ഊർന്നുണ്ട് ഗൈസ് കണ്ടിട്ട്. നിങ്ങൾക്കും കൊതി വരണമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടല്ലേ, ബ്യൂട്ടിഫുൾ അച്ചാർ. എരിവും ഉപ്പും എല്ലാം നല്ല പോലെ കറക്റ്റായിട്ട് പെർഫെക്ഷനായിട്ട് മമ്മി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാർ വന്നിട്ട് നിങ്ങൾക്ക് 3 ആഴ്ച ഇത് തീരും. അത്ര നല്ല ഭംഗി ടേസ്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ അച്ചാർ ഉടൻ തീരും. കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്കാണെങ്കിൽ അത് പിന്നെ നിറയെ മേടിച്ച് ഇട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇത് ഇച്ചിരി പഴുകണമെന്ന് പറയുമ്പോൾ 2-3 ദിവസത്തിൽ സെറ്റാവും. എരിവെല്ലാം പിടിച്ചിരി. നല്ല മണം ഗൈസ്, നല്ല മണം. അടിപൊളി ഗൈസ്, അടിപൊളി. ഇത് വീട്ടിൽ തന്നെ അച്ചാറാ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ഉണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ മമ്മി നല്ലൊരു അച്ചാർ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ കാത്തിരിക്കുക. പിന്നെ പുതിയ വെറൈറ്റി കുക്കിംഗ് നിങ്ങൾക്ക് ഈ MJ ഫാമിലി ഇന്ത്യനിൽ കാണാൻ പറ്റും. അതുമായിരിക്കും നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. പഴയ വീഡിയോകൾ പോയി കാണുക. MJ ഫാമിലി ഇന്ത്യനെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, സപ്പോർട്ട് ചെയ്തല്ലോ ഗൈസ്. ഉണ്ടല്ലേ, എണ്ണയെല്ലാം ഇങ്ങനെ ഊറി വരുമല്ലേ ഉണ്ടോ? എണ്ണ മേലെ ഊറി വരും. ഒരു തണുത്തിട്ട് നല്ല തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിനകത്ത് കോരിയിട്ട് അടച്ചങ്ങ് വെക്കുക. കണ്ണാടി ബോട്ടിൽ, കണ്ണാടി ബോട്ടിലിനകത്ത് പ്ലാസ്റ്റിക്കിലൊക്കെ കയറി അങ്ങനത്തെ പറഞ്ഞ പോലെ
കുപ്പ് ബർണിലോ കണ്ണാടി കുപ്പിയിൽ വെച്ചാൽ മതി. പ്ലാസ്റ്റിക്കിൽ വെക്കരുത്, അഴുകും. കഴിക്കാം. റെഡി അല്ലേ അത്? പഴകിയ കണ്ടാലറിയത്തില്ല, വല്ല പഴകിയ അച്ചാർ. നാളെ തൊട്ട് ഇത് കഴിക്കാം. ഇന്നേ കഴിക്കാം, നാളെ തൊട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ മമ്മി പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് ഗൈസ്. എല്ലാവർക്കും നാക്കിൽ രുചി വരണേ വരും, ഉണ്ടല്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ അച്ചാറിട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ വരണമായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ ഇത് ആറിയിട്ട് നിങ്ങൾക്ക് ബർണിയിൽ വയ്ക്കാം, അതിൽ കണ്ണാടി കുപ്പിയിൽ വെച്ചാൽ മതി. ഗൈസ്, നിങ്ങൾ ചിന്തിക്കും പപ്പ എവിടെയാണ് വീഡിയോയിൽ? അതാണ് ഡാഡി ഉണ്ട്. ഡാഡി കോൾഡാണ്, ഡാഡിക്ക് കോൾഡാണ്. 2 മാസം കൊണ്ട് സുഖമില്ല. ഈ ക്ലൈമറ്റിന്റെ പ്രോബ്ലമാണ്. അങ്ങനെ ഡാഡി റെസ്റ്റ് എടുത്തിട്ട്, ഓക്കെ, ഡാഡിന്റെ സബ്സ്ക്രൈബേഴ്സിന് ബൈ പറഞ്ഞു. ഓക്കെ, ഡാഡി റെസ്റ്റ് എടുക്കുകയാണ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദൈവം എല്ലാവരും ബ്ലെസ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് MJ ഫാമിലി ഇന്ത്യൻ. ബൈ ഗൈസ്. മമ്മിക്ക് അച്ചാർ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അച്ചാർ നല്ല ഹലുവ പോലെ നല്ല സൂപ്പർ അച്ചാർ ഇട്ടിരുന്നു. നാളെ തൊട്ട് അത് ചോറിന്റെ കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ കഴിക്കാം. എന്താ കറി ഉണ്ടെങ്കിലും ഒരു പീസ് അച്ചാർ ഉണ്ടെങ്കിൽ ചോറ് ഇറങ്ങും ഗൈസ്. അച്ചാറില്ലാതെ ചോറ് ഇറങ്ങത്തില്ല. നിങ്ങൾ ഈ ഇതുപോലെ ഒരു അച്ചാറിട്ട് വീട്ടിൽ നോക്കുക. സോ മമ്മി പറയുന്ന പോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അച്ചാർ എങ്ങനെ സിമ്പിൾ. വെളുത്തുള്ളി അച്ചാർ ഇട്ടിട്ടുണ്ട്, പല അച്ചാർ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാർ ഇട്ടിട്ടുണ്ട്, നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്, നാട്ടിലെ നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട്, പാവയ്ക്ക, വെള്ള പാവയ്ക്ക അച്ചാർ ഇട്ടിട്ടുണ്ട്. അതിപ്പോഴും ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. ആ പാവയ്ക്കൻ്റെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ബിക്കോസ് അത് ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനും അതുകൊണ്ട് ഡാഡിയും വന്നു. എല്ലാരും അച്ചാർ കൂട്ടി ചോറ് കഴിക്കുന്നത് നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മണം ഇഞ്ഞി അടിക്കുന്ന ആ മണം കേട്ടാ എഴുന്നേറ്റ് ഓടി വന്നു. നേരായിട്ട് പറയാ, കള്ളം പറയല്ലേ. അതിന്റെ മണം ബെഡ്റൂമിൽ അടിച്ചു. അപ്പം ആ മണം കേട്ടോണ്ട് ഓടി വന്ന് ഞാൻ എൻ്റെ കോൾഡ് മാറി എല്ലാം മാറിയെന്ന് തോന്നുന്നു. ആ വന്നുകൂടെ കുത്തിയിട്ട്. അപ്പോൾ രാവിലെ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവിടെ മഴയാണെന്ന് പറയുന്നു. 80% ഇടിമിന്നലിലൂടെ മഴയുണ്ടെന്നാണ് നമ്മുടെ ഗൂഗിൾക്കാർ പറയുന്നത്. ഇനി എന്തുവാണെന്നറിയില്ല. പിന്നെ ചിലവരുണ്ടല്ലോ അച്ചാറിനകത്ത് കരിയാപ്പിലൊക്കെ ഇടും. ചിലവരെ അച്ചാറിനകത്ത് കരിയാപ്പില ഇഞ്ചിയൊക്കെ ഇടും. നാരങ്ങ അച്ചാറിന് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. പക്ഷെ നമ്മൾ ഇവിടെ വെച്ചേക്കാൻ ചെയ്യുന്ന അച്ചാറിനകത്ത് നാരങ്ങ അല്ല, ഇത് കരിയാപ്പിലൊന്നും ചേർക്കത്തില്ല. ഇപ്പം നമ്മൾ കടയിൽ മേടിക്കുന്ന അച്ചാറിനകത്ത് കരിയാപ്പിലൊന്നും ഇല്ലല്ലോ. വിനേഗർ എല്ലാവരും ഒഴിക്കും, പക്ഷേ ഞാൻ ഒഴിച്ചില്ല. വിനേഗറൊക്കെ ശരീരത്തിന് കേടാ. എന്തുണ്ടാക്കിയാലും നാച്ചുറൽ ആയിട്ടിരിക്കണം. ഈ കണ്ട കസ്മാലം ഒക്കെ എടുത്ത് ഒഴിച്ച് പിന്നെ വയറുവേദന, ലൂസ് മോഷന്, കിഡ്നി പോയെന്ന് പറയും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യനല്ലേ. അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇതെടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു അസുഖം വരില്ല. അതാണ് അതിനകത്തുള്ളത് മെയിൻ. അപ്പം പിന്നെ വേറെന്തോ പറയാൻ ഒന്നുമില്ല ഗൈസ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളെന്താ ഗൈസ് അനങ്ങാതിരിക്കുന്നു? ഞങ്ങൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ ഒന്ന് ഇമ്പ്രൂവ് ആവില്ലേ? ഞങ്ങൾ ഒരു ആഴത്തിൽ നിന്ന് ഞങ്ങൾ ഉയരത്തോട്ട് മേലോട്ട് വരട്ടെ. നിങ്ങളുടെ താങ്ങും തണലും അല്ലേ ഞങ്ങൾ രക്ഷപ്പെടുന്നു കേട്ടോ ഗൈസ്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ കേട്ടാ ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു. See ya. See ya. No guys. ഡാഡിക്ക് മണം സഹിക്കാതെ അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡാഡി ടേസ്റ്റ് ചെയ്യാൻ പോകണം. Guys, കണ്ടാ? നാ നിങ്ങൾക്ക് കുറച്ച് തരാം. നാ വെച്ചോ. സാമ്പിൾ പപ്പ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഡാഡി. അടിപൊളിയാണ്. അടിപൊളി. എന്തെല്ലാം കുറവുണ്ട്, എന്തെല്ലാം നല്ലതുണ്ട്. എല്ലാം കറക്റ്റാണ്. നാട്ടിൽ എല്ലാവരും പാചകക്കാരും അച്ചാറൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഇത് സ്പെഷ്യൽ അച്ചാർ.